ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ ഒരു ക്ലാസിക് ആയിട്ടുള്ള പോരാട്ടം തന്നെയാണ് ISL കൊൽക്കത്ത കേരള എന്ന് പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ തന്നെ KBC വേഴ്സസ് മോഹൻ ബഗാൻ. നമുക്കറിയായിരുന്നു കഴിഞ്ഞ ഒരു മത്സരം വരെ മോഹൻ ബഗാനെതിരെയുള്ള കഴിഞ്ഞ മത്സരം വരെ നമുക്ക് മോഹൻ ബഗാനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു എവേ മത്സരത്തിൽ കൊൽക്കത്തയിൽ പോയി തന്നെ ആ ഒരു മത്സരം വിജയിക്കാനായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ നിലവിൽ മോഹൻ ബഗാൻ ഒരു മിന്നും ഫോമിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പോയിന്റ് ടേബിളിൽ തലപ്പത്താണുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 മത്സരങ്ങളുടെ ഒരു കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ 4 മത്സരങ്ങളും വിജയിച്ചു, 1 മത്സരം ഡ്രോ ആയി. ഹബാസ് വന്നതിന് ശേഷം അവർ പരാജയം അറിഞ്ഞിട്ടില്ല എന്നുള്ള നിലയിൽ മികച്ച പ്രകടനം തന്നെയാണ്. ഒരു പ്രകടനത്തിലാണെങ്കിലും വിജയങ്ങൾ വരുന്നു എന്നുള്ളത് മാത്രമല്ല, പ്രകടനത്തിനാണെങ്കിലും ഒരു ഷീൽഡ് റേസിൽ അവർ തന്നെയാണ് മുകളിൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. കഴിഞ്ഞ 5 മത്സരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 തോറ്റു, 1 മത്സരം മാത്രമാണ് വിജയിക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. ഇപ്പം പോയിന്റ് ടേബിളിൽ 5ാം സ്ഥാനത്തുമാണ് നിൽക്കുന്നത്. മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അവർ വിജയിച്ച് ഷീൽഡ് റേസ് അവർ തന്നെയാണ് മുന്നിൽ നിന്ന് ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ, KBCയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ നമുക്കറിയാം ടോപ്പ് 4ലേക്ക് എത്തും. ഇപ്പം ഗോവ കഴിഞ്ഞ മത്സരം പഞ്ചാബിനെതിരെ സമനിലയായത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ സാധിച്ചാൽ ഗോവയും ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള ഒരു പോയിന്റ് ഡിഫറൻസ് 1 ചുരുങ്ങും. പക്ഷേ കാര്യങ്ങൾ അത്ര ഈസി അല്ല എന്നുള്ളതാണ്. നമ്മൾ ഈ സീസണിൽ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി എന്നുള്ളത് ശരിയാണ്, സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതും കൊൽക്കത്തയിൽ പോയി. എന്നാൽ ആ ഒരു സമയത്ത് നമ്മൾ മിന്നും ഫോമിലായിരുന്നു ഉണ്ടായിരുന്നത്. മോഹൻ ബഗാൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാം. അപ്പം അതിൻ്റെ ഒരു വൈസ് വേഴ്സ രീതിയിലൂടെയാണ് നമ്മൾ അല്ലെങ്കിൽ മോഹൻ ബഗാൻ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അവർ മിന്നും ഫോമിലാണ്, നമ്മൾ അത്ര ഒരു മികച്ച രൂപത്തിലല്ല ഉള്ളത്. മോഹൻ ബഗാന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷൻസ് നൽകുന്ന ഒരു പറ്റം താരങ്ങൾ അവർക്കുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ അവരുടെ ശക്തിയായിട്ട് നിൽക്കുന്നത്. ഇപ്പം മുന്നേറ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പെട്ടട്ടോസ് ആണെങ്കിലും കമ്മിൻസ് ആണെങ്കിലും ലിസ്റ്റൻ ആണെങ്കിലും മൻവീർ ആണെങ്കിലും മിഡ്ഫീൽഡിൽ സാഹലാണെങ്കിലും ജോണി കൗക്കോ ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം അഭിഷേക് സൂര്യവംശി എന്ന് പറഞ്ഞിട്ടുള്ള താരമാണെങ്കിൽ ഇവരൊക്കെ കോൺട്രിബ്യൂട്ട് ടീമിന് ചെയ്യുന്നത് വളരെ വലുതാണ് എന്നുള്ളതാണ്. അപ്പം എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞ് ഇവാൻ ഏത് തരത്തിലായിരിക്കും അതിനെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് നിൽക്കുന്നു. ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ എന്ന നിലയിൽ വന്നു കഴിഞ്ഞാൽ എക്സ്പോസ് ആകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവർ കൗണ്ടർ സിറ്റുവേഷനിൽ മൻവീറിൻ്റെ പേരും എടുത്ത് പറയേണ്ടതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ റൺസ് ഭയങ്കര ഡേഞ്ചർ ആകാറുണ്ട്. ഇപ്പം ഒരു അസിസ്റ്റിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു താരമാണ്. ഐ തിങ്ക് ആദിത്യ തലാലിൻ്റെ തൊട്ട് താഴെയൊക്കെ നിൽക്കുകയാണ്. അത്രയും മികച്ച രീതിയിലുള്ള പ്രകടനമാണ്. അദ്ദേഹത്തിൻ്റെ റൺസാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറായി മാറാനുള്ളത്. അതിനുള്ളൊരു സ്പേസ് ഉണ്ടാകരുത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇവാൻ ചെയ്യുന്നത് അവർക്ക് പൊസഷൻ വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു രീതിയിലായിരിക്കും. എന്നിട്ട് കുറച്ച് ഡിഫെൻഡ് ചെയ്ത് കളി. കാരണം അവർ പൊസഷൻ നമുക്ക് തന്നാൽ ഈ പറഞ്ഞ പോലെ അത് ലൂസ് ചെയ്യുമ്പോൾ സമയത്ത് അവരൊരു കൗണ്ടർ അടിക്കാനുള്ള സാധ്യത ഉണ്ട്. സോ അതാണ് ഇപ്പോൾ ഹബാസിൻ്റെ മോഹൻ ബഗാൻ്റെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നവോച്ച സിങ്ങിനെ മിസ്സാകും. ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ സീസൺ കളിച്ചിരുന്ന താരമാണ്. സസ്പെൻഷനാണ്, 4th യെല്ലോ അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ ആ ഒരു റോളിൽ മിക്കവാറും സന്ദീപ് വരാനുള്ള സാധ്യതകളാണ് ഉള്ളത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് കളിക്കാൻ വരുന്നത്. എന്നാൽ മോഹൻ ബഗാനെ സംബന്ധിച്ച് ഇപ്പോൾ അറിയാമല്ലോ, 2 ദിവസത്തിന് മുമ്പ് അവരിപ്പം ഡേർബി കളിച്ചിട്ടുണ്ട്, കൊൽക്കത്തയിൽ പോയി. അതും വളരെ ഒരു ഇൻറ്റൻസ് ഉള്ളൊരു മത്സരമായിരുന്നു. അത് കഴിഞ്ഞ് ട്രാവൽ ചെയ്ത് കൊച്ചിയിലെത്തിയാണ് കളിക്കാൻ പോകുന്നത്. ഇപ്പം കൊച്ചിയിൽ നല്ല ചൂടാണ്. അതുപോലെ തന്നെ വളരെ ഒരു ഹ്യൂമിഡിറ്റി കൂടിയ സ്റ്റേഡിയമാണ് നമ്മുടെ കലൂർ സ്റ്റേഡിയം. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു ഫാക്ടറാണ്, റെസ്റ്റ്ലെസ് ആണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണുള്ളത്. അപ്പം അത് അവരെ ബാധിക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കി കാണേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 എന്ന് നോക്കുന്ന സമയത്ത് 3-4-3 എന്ന് പറയുന്ന ഫോർമേഷനാണ് കഴിഞ്ഞൊരു മത്സരത്തിൽ മോഹൻ ബഗാൻ കളിച്ചത്. സെയിം ഫോർമേഷൻ തന്നെ ആയിരിക്കും. ഇപ്പം വിശാൽ കെയ്ത്ത് ഗോൾ കീപ്പർ എന്ന നിലയിൽ, അതുപോലെ ഡിഫൻസിലേക്ക് വരുമ്പോൾ 3 സെൻറ്റർ ബാക്സ് എന്ന നിലയിൽ അൻവർ അലി, സുഭാഷിഷ് ബോസ് ആൻഡ് ഹെക്ടർ യൂസ്റ്റെ എന്നീ താരങ്ങൾ. അതുപോലെ മിഡ്ഫീൽഡിലേക്ക് വരുന്നൊരു സമയത്ത് അഭിഷേക് സൂര്യവംശി, ജോണി കൗക്കോ എന്നിവരൊരു സെൻട്രൽ അല്ലെങ്കിൽ ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സിൻ്റെ റോളിൽ. അതുപോലെ സഹൽ അബ്ദുൽ സമദും പെട്ടട്ടോസും ആയിരിക്കും മറ്റൊരു അറ്റാക്കിംഗ് കോൺട്രിബ്യൂഷനുള്ള മിഡ്ഫീൽഡേഴ്സ് എന്ന് വരിക. അതുപോലെ മുന്നേറ്റത്തിൽ ലിസ്റ്റൺ, മൻവീർ ആൻഡ് കമ്മിൻസ് എന്നീ താരങ്ങളെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇൻ പേപ്പർ ഇങ്ങനെയാണെങ്കിലും അതിൽ ചേഞ്ചസ് ഒക്കെ വരാം. അതായത് ഗ്രൗണ്ടിൽ ആ ഒരു ഫോർമേഷനിൽ ആ ഒരു ചേഞ്ചസ് ഒക്കെ വരാം. അതുപോലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ 4-4-2 ഗോൾ കീപ്പറായിട്ട് കരൺജിത്ത് സിംഗ്, റൈറ്റ് ബാക്കിൽ പ്രീതമായിരിക്കും വരിക. അതുപോലെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗ് ആൻഡ് സെൻട്രൽ ബാക്കിലേക്ക് വരുന്ന സമയത്ത് മിലോസ് ആൻഡ് ഹോമിപ്പാം, ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ ജിക്സൺ ആൻഡ് വിപിൻ മോഹൻ എന്നിവർ. അതുപോലെ റൈറ്റിൽ നിഹാൽ, ലെഫ്റ്റിൽ സക്കായ് ആൻഡ് മുന്നേറ്റത്തിൽ ഫെഡോർ ആൻഡ് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് എന്നീ താരങ്ങളെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ നാളെയാണ് വളരെ പ്രതീക്ഷ ഉള്ള മത്സരമാണെന്ന് ചോദിച്ചാൽ യെസ്, ബട്ട്
വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു മത്സരവുമാണ് എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. അപ്പം എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ്? ഉറപ്പായിട്ടൊന്ന് കമ്പസ് ചെയ്യാൻ പറ്റുമോ? കാണിക്കുകയാണ് സനിയ.